ആ വിലപ്പെട്ട വിവരമുള്ളത് ഈ ഹെൽമെറ്റിലാണ്. അപ്പം തന്നെ അവിടെ ഹെൽപ്പിന് ആൾ കിട്ടിയിരിക്കും. കടുത്ത ചൂടിൽ UAE ഉൾപ്പെടെ തൊഴിലാളികൾക്ക് നൽകുന്ന മിഡ് ഡേ ബ്രേക്കിനെ കുറിച്ച് കേട്ടു കാണും. വെയിലിൽ നിന്ന് മാറി കേവലം തണലിൽ വിശ്രമിക്കുന്നത് മാത്രമാണോ മിഡ് ഡേ ബ്രേക്ക്? ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെ അല്ല, അതിന് പുറകിൽ വലിയ ആസൂത്രണമുണ്ട്, സംഘാടനമുണ്ട്, ഒരുപാട് പേർ അധ്വാനിക്കുന്നുണ്ട്, വലിയ കർക്കശമായ നിയമങ്ങളുണ്ട്. അതറിയണമെങ്കിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നേരിട്ട് പോകണം ആ കാഴ്ചകളിലേക്ക്. മരുഭൂമിയാണ്, കണ്ണെത്താത്തത്ര വിശാലമായ വർക്ക് സൈറ്റാണ്. നീലനിറത്തിലുള്ള ഈ കൊടി ഉയർത്തിയിരിക്കുന്ന സ്ഥലത്തിനർത്ഥം അവിടെ കുടിവെള്ളം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ്. പച്ച നിറത്തിലുള്ള കൊടി ഉയർത്തിയ സ്ഥലമാണെങ്കിൽ അതിനർത്ഥം അവിടെ തണലുള്ള തണുപ്പിച്ച താൽക്കാലിക വിശ്രമ കേന്ദ്രമുണ്ട് എന്നാണ്. ഇത് നിർബന്ധമാണ്. കൊടി നാട്ടിയിരിക്കുന്നതിന് കാരണമുണ്ട്. പലപ്പോഴും പൊടിക്കാറ്റടിച്ച് കാഴ്ച മറയുന്ന സ്ഥിതി വന്നേക്കാം എന്നതിനാലും വേഗം തിരിച്ചറിയാനുമാണ് ഇത് ഒരു ഉദാഹരണം മാത്രം. UAE വമ്പൻ വർക്ക് സൈറ്റുകൾ കാണേണ്ട കാഴ്ചയാണ്. സൗകര്യങ്ങൾ കൊണ്ടും തൊഴിലാളികൾക്ക് നൽകുന്ന കരുതൽ കൊണ്ടും എവിടെ തിരിഞ്ഞാലും കാണുന്ന സുരക്ഷാ സജ്ജീകരണങ്ങൾ കൊണ്ടും മുന്നറിയിപ്പ് ബോർഡുകൾ കൊണ്ടും. വേനലിൽ എല്ലാ വാതിലുകളിലും കാണുന്ന പ്രധാന മുന്നറിയിപ്പ് ഇതാണ്: മൂത്രത്തിന്റെ നിറം സ്വയം പരിശോധിക്കണം, ധാരാളം വെള്ളം കുടിക്കണം, അസ്വസ്ഥത തോന്നിയാൽ ഉടനെ വിവരമറിയിക്കണം. പൂർണ്ണമായ വിശ്രമം, ഭക്ഷണം ഇതല്ലാതെ ഉച്ചയ്ക്ക് 12:30-നും 3 മണിക്കുമിടയിൽ UAE സൈറ്റുകളിൽ ഒരിടത്തും തൊഴിലാളികളെ പുറത്തു കാണില്ല. തൊഴിലാളികളെ എന്നല്ല, ഒരാളെയും കണ്ടുകൂടാ. പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ വൻ തുക പിഴയും നടപടിയുമാണ്. ഉച്ചഭക്ഷണം നൽകുന്ന കിച്ചൺ മുതൽ വിളമ്പുന്നതും വിതരണം ചെയ്യുന്നതും വരെ പല ഘട്ടങ്ങളിലായുള്ള പരിശോധന കഴിഞ്ഞ് സുരക്ഷ ഉറപ്പാക്കിയ ശേഷമാണ്. വലിയ സൈറ്റുകളിൽ പച്ചക്കറി അരിയുന്നതിനും ധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിനുമുള്ള സ്ഥലങ്ങൾ മുതൽ മീനും ഇറച്ചിയും സൂക്ഷിക്കുന്ന ഫ്രീസറുകൾ വരെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് സജ്ജീകരിച്ചിരിക്കുക. നൂറുകണക്കിന് പേർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തൊഴിലാളികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാതിരിക്കാനാണ് ഈ മുൻകരുതൽ. ഈ വർക്ക് സൈറ്റിലെ മീറ്റ് കട്ട് ചെയ്യുന്ന സ്ഥലമാണിത്. ഓരോ മീറ്റിനും പ്രത്യേകം കളർ കോഡ്, പ്രത്യേകം ഗൈഡ് ലൈൻ ഇതെല്ലാം നൽകിയിട്ടുണ്ട്, പ്രത്യേകം സ്ഥലവും നൽകിയിട്ടുണ്ട്. എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു കാര്യം, ഇത് ഈ കൈ കഴുകുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. ഇത് ഈ ചിലപ്പോൾ കൈ കഴുകാൻ വേണ്ടി ടാപ്പ് തുറക്കേണ്ടി വരും, കൈ തൊടേണ്ടി വരും, കണ്ടാമിനേഷൻ ഉണ്ടാകും. അതുപോലും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. കാലുകൊണ്ട് പ്രസ് ചെയ്യുന്നു, ഈ മീറ്റ് കട്ട് ചെയ്യുന്ന ആളെ കൈ അങ്ങനെ കഴുകുന്നു, അതിനുശേഷം വെള്ളം താനെ നിൽക്കുന്നു. അതുകൊണ്ട് ആ കൈ വേറെ എവിടെയും തൊടുന്നില്ല, ഫുഡ് പോയ്സന്റെ സാധ്യതയെ ഉണ്ടാകുന്നില്ല. അത്ര കൃത്യമാണ്, അത്ര പ്ലാനിങ്ങോട് കൂടിയാണ്, അത്ര സൂക്ഷ്മമാണ് കിച്ചണിൽ പോലുമുള്ള കാര്യങ്ങൾ. ഫുഡ് പോയ്സൺ ഉണ്ടാവാതിരിക്കാനുള്ള ഗൈഡ് ലൈൻസ് എല്ലായിടത്തും എഴുതി ഒട്ടിച്ചിരിക്കുന്നതും ചിത്രങ്ങൾ സഹിതം പ്രദർശിപ്പിച്ചിരിക്കുന്നതും നമുക്ക് കാണാനാണ്. ഹെൽത്ത് സേഫ്റ്റി വിഭാഗം എന്നത് UAE മറ്റെല്ലാ വിഭാഗങ്ങളെയും പോലെ ജോലി സ്ഥലങ്ങളിൽ അതിശക്തമായ ഒന്നാണ്. ഓരോ സൈറ്റുകളിലും മുക്കിലും മൂലയിലും ഇവരുണ്ടാകും. സൈറ്റുകളിലേക്ക് ആരെത്തിയാലും ഹെൽത്ത് സേഫ്റ്റി ഓഫീസർമാർ നൽകുന്ന സുരക്ഷാ ബ്രീഫിംഗ് ക്ലാസ് കഴിഞ്ഞ് സേഫ്റ്റി ഗിയർ അണിഞ്ഞ് മാത്രമേ പ്രവേശനമുള്ളൂ. അതിന് കാരണമുണ്ട്. സേഫ്റ്റി ബ്രീഫിംഗ് കഴിഞ്ഞാൽ ഇത് വ്യക്തമാക്കിയ സ്റ്റിക്കർ പതിച്ച് രേഖപ്പെടുത്തിയ ശേഷം മുന്നോട്ട് പോകാം. എല്ലാ 6 മാസം കഴിയുന്തോറും ഇതിനെ റീഇൻഡക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ അല്ലാത്ത ഒരാൾക്ക് സൈറ്റിൽ ജോലി ചെയ്യാം. അതാണ് ഈസി. ചോദിക്കുന്നതിനൊക്കെ എളുപ്പമല്ലേ? അത് കാണും. ഇത് ഈ സേഫ്റ്റി എന്നായിരിക്കും ഈ സ്റ്റിക്കർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ റെക്കോർഡ് ഇവിടെ കാണും. പെട്ടെന്നൊരാൾ വർക്ക് സൈറ്റിൽ തല കറങ്ങി വീണാൽ എന്ത് ചെയ്യും? വിശാലമായ വർക്ക് സൈറ്റ് ആയിരിക്കും. പെട്ടെന്ന് ഓടിയെത്തുന്നയാൾക്ക് വിലപ്പെട്ട ചില വിവരങ്ങൾ ആവശ്യമാണ്. ആരെ വിളിക്കണം എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ കിട്ടണം. അതെവിടെയാണ്? ആ വിലപ്പെട്ട വിവരമുള്ളത് ഈ ഹെൽമെറ്റിലാണ്. ഈ കോർഡിനേറ്റർ ഒപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് നൽകുന്ന ആളുകളുടെ എല്ലാം എമർജൻസി നമ്പറുകൾ ഈ ഹെൽമെറ്റുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെ വിലപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഹെൽമെറ്റ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ തന്നെ സഹായകരമാകും. കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു എമർജൻസിക്ക് ഉടനെ നമ്പർ തിരക്കി എങ്ങും പോകണ്ട. ആ വീണവൻ്റെ ഹെൽമെറ്റ് തന്നെ നോക്കിയാൽ ആരെ വിളിക്കണം എന്നറിയാം. അപ്പം തന്നെ അവിടെ ഹെൽപ്പിന് ആൾ കിട്ടിയിരിക്കും. എല്ലാ സൈറ്റിലും എല്ലാ ഹെൽമെറ്റിലും ഞങ്ങൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കും. ഈ വിശ്രമവും കടുത്ത ചൂടുകാലത്ത് ജോലിയും ഓരോ മിനിറ്റിലും എന്ന പോലെ കർശനമായ മേൽനോട്ടത്തിലാണ് കടന്നു പോവുക. ഹെൽത്ത് സേഫ്റ്റി വിഭാഗത്തിന്റെ കൈകളിലാണ് ഓരോ തൊഴിലാളിയുടെയും സുരക്ഷ. റെസ്ക്യൂ ടീമുണ്ട്. ഒരു ടീമിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹെഡെന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് മെയിൽ നേഴ്സ് ആയിരിക്കും, ഗ്രാജുവേറ്റ് ആയിരിക്കും. അപ്പോൾ അയാളുടെ കീഴിലൊരു ടീമുണ്ട്. 5% ഓഫ് ആൾക്കാർ, സ്ട്രെങ്തിൻ്റെ 5% ആൾക്കാർക്ക്
ഇൻ്റർനാഷണലി അപ്രൂവ്ഡ് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് റെസ്പോണ്ടർ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ സർട്ടിഫിക്കറ്റും ലിസ്റ്റും നമ്മുടെ കയ്യിലുണ്ടാകും. അവർക്ക് മാത്രമേ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഒരു വിക്ടിമിനെ തൊടാനോ എന്തെങ്കിലും ചെയ്യാനോ അധികാരമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്ക്യൂ ട്രാൻസ്പോർട്ടുണ്ട്. ഓരോ സോണിനും ഓരോ വണ്ടി വെച്ചിട്ടുണ്ട്. ആ വണ്ടിയിൽ അപ്പം തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരും, സ്റ്റെബിലൈസ് ചെയ്യും, ആംബുലൻസ് വരും, ഹോസ്പിറ്റലിലേക്ക് വരും. മിഡ് ഡേ ബ്രേക്കിന്റെ സമയം കഴിഞ്ഞ് ജോലി തുടങ്ങിക്കഴിഞ്ഞാലും തൊഴിലാളികൾക്ക് കുടിക്കാനുള്ള വെള്ളം എത്തിക്കാനായി നിരന്തരം വാഹനങ്ങൾ പായുന്നത് കാണാം. കുടിവെള്ളം സ്ഥാപിച്ചിരിക്കുന്ന ക്യാനുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നത് കാണാം. ഈ കുടിവെള്ളം തണുപ്പിക്കുന്നത് സെൻട്രലൈസ്ഡ് കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ്. ഓരോയിടത്തും കുടിവെള്ളത്തിന് പോയിന്റുകൾ ഉണ്ടാകും. അത് തണുത്ത വെള്ളമായിരിക്കും. ഈ കൊടും ചൂടിലും അത് തണുപ്പിച്ച വെള്ളമായിരിക്കും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതല്ല, ഓരോ സ്ഥലത്തും എമർജൻസി കോൺടാക്ട് പോയിന്റുകൾ ഉണ്ടാകും. ഈ ചൂടിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു അസ്വസ്ഥതയോ മറ്റോ തോന്നിക്കഴിഞ്ഞാൽ ഏത് നമ്പറിൽ വിളിക്കണം, ഏതൊക്കെ ആളുകളാണ് അതിന് ചുമതലപ്പെട്ട ആളുകൾ എന്നുള്ള നമ്പർ എല്ലായിടത്തും വെച്ചിട്ടുണ്ടാകും, പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. ഐസ് തയ്യാറാക്കാൻ പ്രത്യേക കേന്ദ്രം, ഇതിനുശേഷം നിർജ്ജലീകരണം തടയാനുള്ള പ്രത്യേക പാനീയം തയ്യാറാക്കുന്നതിനും പ്രത്യേകം സജ്ജീകരണം ഒരുക്കിയിരിക്കും. മിഡ് ഡേ ബ്രേക്ക് സമയത്ത് തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത ഹാൾ സജ്ജമാക്കിയിരിക്കും. ഇവിടെ വിശ്രമിക്കാം, അല്ലെങ്കിൽ താമസ സ്ഥലത്തേക്ക് പോകാം. പ്രാർത്ഥനകൾക്കായി പോകേണ്ടവർക്ക് അതുമാകാം. और आने जाने की गाड़ी है सर, और अपना इधर जहाँ पे हम लोग को होता है, अभी हम लोग को फ्लैगमैन है तो जी छतरी देता है सर, और सब कुछ चश्मा भी सब कुछ सेफ्टी सही है सर. एकदम बढ़िया है. 3 घंटे का रेस्ट टाइम है, 12 से 3 है, और आने जाने के लिए बढ़िया है एकदम. बस एसी वाला बस है पूरा. नींबू का पानी मिलता है और खाना पूरा फ्री मिलता है, सब कुछ मिलता है. മിഡ് ഡേ ബ്രേക്ക് കഴിഞ്ഞ് ജോലി തുടങ്ങിക്കഴിഞ്ഞാലും ഇവയ്ക്ക് മുടക്കമില്ല. വലിയ വർക്ക് സൈറ്റുകളുടെ ഓരോ ഇടവേളകളിലും താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളും കുടിവെള്ള പോയിന്റുകളും ഉണ്ടാകും. അതിനെല്ലാം അടയാളമായി കൊടികളും ഉണ്ടാകും. കടുത്ത ചൂട്, കാഴ്ച മറക്കുന്ന പൊടിക്കാറ്റ്, ദാഹം, ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എത്തുക, നിർജ്ജലീകരണം, സൂര്യാഘാതം, സൂര്യാതപം ഇവയൊക്കെയായിരിക്കും. മരുഭൂമിയിൽ തൊഴിലാളി ജോലി ചെയ്യുന്നത് ഇവയോട് ഏറ്റുമുട്ടിയാണ്. ഇനി ആർക്കെങ്കിലും അസ്വസ്ഥത തോന്നിയാലും സെക്കൻഡുകൾക്കുള്ളിൽ സഹായം എത്തിയിരിക്കണമെന്നാണ് നിയമം. ഇതുവരെ പറഞ്ഞത് മിഡ് ഡേ ബ്രേക്കിന്റെ കാര്യമാണ്. പൂർണ്ണ വിശ്രമമാണ് മിഡ് ഡേ ബ്രേക്കിന്റെ സമയത്ത്. ഇനി മിഡ് ഡേ ബ്രേക്ക് കഴിഞ്ഞ് ജോലിക്ക് ഇറങ്ങിയാലും ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും തുടർച്ചയായ സൂക്ഷ്മമായ നിരീക്ഷണം ഉണ്ടായിരിക്കും. എനിക്ക് പിറകിൽ 3 ഫ്ലാഗ് കാണാം, ഗ്രീൻ, ഓറഞ്ച്, റെഡ്. ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഗ്രീൻ ഫ്ലാഗ് ആണ്, അതായത് ലോ റിസ്ക് ആണ്. ഓറഞ്ച് ഫ്ലാഗ് ആണെങ്കിൽ മീഡിയം റിസ്ക്, റെഡ് ഫ്ലാഗ് ആണെങ്കിൽ ഹൈ റിസ്ക്. ഗ്രീൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ലോ റിസ്ക് ആയതുകൊണ്ട് തന്നെ ജോലി തുടരാം, പക്ഷെ മുൻകരുതൽ പാലിച്ചുകൊണ്ട് മാത്രം. ഈ ഫ്ലാഗിനനുസരിച്ച് പാലിക്കേണ്ട മുൻകരുതൽ മാറും. കുടിക്കേണ്ട വെള്ളം, എടുക്കേണ്ട റെസ്റ്റ്, പാലിക്കേണ്ട മറ്റു മുൻകരുതലുകൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് ഈ കൊടികൾ. ഇപ്പോൾ ഗ്രീൻ ആയതുകൊണ്ട് തന്നെ ഏറെക്കുറെ സുരക്ഷിതം ആണ് എന്ന് പറയാം. ഇങ്ങനെ ഓരോ മിനിറ്റിലും പ്രത്യേകം മെഷീൻ ഉപയോഗിച്ച് പരിശോധിച്ചും നിരീക്ഷിച്ചും സുരക്ഷ ഉറപ്പാക്കിയാണ് ഓരോ വർക്ക് സൈറ്റും മുന്നോട്ട് പോകുന്നത്. ആ ഗ്രീൻ സോണിൽ പോയി കഴിഞ്ഞാലാണ് നോർമൽ വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ താഴെ വർക്ക് ചെയ്യാം, പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർക്ക് ഒരു ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി സമയം അവർക്ക് റെസ്റ്റ് കൊടുക്കണം. അപ്പോൾ 20 മിനിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം. അങ്ങനെ കുറച്ച് പിന്നെ ഹെവി ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഒന്നും കൊടുക്കാൻ പാടില്ല. അതായത് ഈ 140 ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് കൃത്യമായിട്ട് ചെയ്യുന്നത്. ഓരോ ദിവസത്തെയും കാലാവസ്ഥ, കാറ്റ്, പൊടിക്കാറ്റ് സാധ്യത എന്നിവ നിരന്തരം വിലയിരുത്തി താഴെയുള്ള ഓഫീസുകളിലേക്ക് സന്ദേശമെത്തും. ഇതനുസരിച്ചാണ് സുരക്ഷാ പ്ലാനിംഗ് നടക്കുക. ഇത് കോർപ്പറേറ്റ് ഓഫീസാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും മെയിൽ ചെയ്യും. വിൻഡ് സ്പീഡ് ആയിരിക്കും, ഡസ്റ്റ് ഇങ്ങനെയായിരിക്കും, ടെമ്പറേച്ചർ ഇങ്ങനെയായിരിക്കും. 40 ഡിഗ്രിന്ന് എപ്പോൾ കാണിക്കുന്നു, അത് ജൂൺ 10-ാം തീയതി കാണിച്ചാലും ഫെബ്രുവരി 5-ാം തീയതി കാണിച്ചാലും ഈ ബ്രേക്ക് നമ്മൾ അവർക്ക് കൊടുക്കും. ഒറ്റ കേസ് പോലും ഞങ്ങൾക്ക് ഹീറ്റ് സ്ട്രോക്ക്, ഇത്രയും പേര് ജോലി ചെയ്യുന്ന സൈറ്റിൽ ഒരെണ്ണം പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലർ വിശ്വസിക്കില്ല. ബട്ട് ദിസ് ഈസ് ട്രൂ. ഓരോ സോൺ വൈസ് നമ്മൾ സേഫ്റ്റി പ്രൊഫഷണൽസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അവരവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു. സേഫ്റ്റി എഞ്ചിനീയർ, സേഫ്റ്റി ഓഫീസർ, സേഫ്റ്റി അസിസ്റ്റൻസ്, സേഫ്റ്റി വർക്കേഴ്സ്, ഫ്ലാഗ്മാൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ ഏരിയയിലേക്കും സോൺ വൈസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് അപ്പം റിപ്പോർട്ടിങ് കിട്ടും. ഓരോ ഏരിയയിൽ എന്താണ് റിസ്ക്, ഓരോ ആക്ടിവിറ്റിക്ക് എന്താണ് റിസ്ക്, ആ റിസ്ക് അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കൺട്രോൾ മെഷേഴ്സ് നമ്മൾ ചെയ്യും. എന്തോ ഒരു കരുണ കാണിക്കുകയല്ല, അവരെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഈ ധാരണ ഓരോ കമ്പനിയും ചിന്തിച്ചാൽ
ബുദ്ധിമുട്ടുണ്ടാവില്ല. ആൾക്കാർക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഓൺ ടൈമിൽ നമുക്ക് പ്രൊജക്റ്റ് തീർക്കാൻ പറ്റുള്ളൂ. വേനലിൽ വെയിൽ ചൂടാക്കുന്നതിന് മുൻപേ അതിരാവിലെ ഈ തൊഴിലാളികൾ ജോലിക്കിറങ്ങും. ഇത്രയും സുരക്ഷാ സൗകര്യങ്ങൾക്കൊപ്പം നമ്മൾ ഓർക്കേണ്ട ഒന്നുകൂടിയുണ്ട്. എത്ര വലിയ സൗകര്യങ്ങൾ ലഭിച്ചാലും അതിനെല്ലാം മറികടക്കുന്ന ഈ കൊടും വെയിലിനോട് പൊരുതിയാണ് നമ്മുടെ പ്രവാസി തൊഴിലാളികൾ ഓരോ ദിർഹവും ദിനാറും റിയാലും സ്വരുക്കൂട്ടി നമ്മുടെ നാട്ടിലേക്ക് അയച്ച് നമുക്ക് നല്ല ജീവിതം സാധ്യമാക്കുന്നത് എന്ന്.